ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട പരമ്പര മൗനരാഗം അതിന്റെ ക്ലൈമാക്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രസേനാണ് ഗംഗപ്രസാദിനെ തലക്കടിച്ചെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഷാരി ഒരു എന്നൊക്കെ പറയുമ്പോഴേക്കും യൂബ പറയുന്നുണ്ട്, നീ നിന്റെ പണി നോക്കി പോ ഷാരി എന്ന് പറയാണ്. ഷാരി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും കിരണിനോട് പറയണ്ട് ചന്ദ്രസേനടാ, അവരുടെയൊക്കെ മുമ്പിൽ നീ ഓരോന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയണം. അത് കേൾക്കുന്ന കിരൺ പറയണ്ട, അച്ഛാ ഇനി ആർക്കും സത്യം അറിയാത്ത ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാ സത്യവും അറിയാച്ച. അതുകൊണ്ട് ഇനിയിപ്പോ ആരുന്നും ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ ആ ഒരു CA ഉണ്ടല്ലോ, അയാള് കേസ് അവസാനിപ്പിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാളുടെ മട്ടും ഭാവവും കണ്ടാൽ അറിയാം ഈ കേസ് കോടതി വിധി പറഞ്ഞെങ്കിലും അയാൾ ഈ കേസിന് പിന്നാലെ ഇനിയും നടക്കും എന്ന് പറയാണ്. ചന്ദ്രസേന പറയണ്ട, അയാൾ നടക്കട്ടെടാ, അയാൾക്ക് അങ്ങനെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളെ കണ്ടുപിടിക്കട്ടെ, അതിനിപ്പോ എന്താ, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ ചന്ദ്രസേനൻ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രസേനന്റെ മുഖമൊക്കെ ആകെ അങ്ങ് മാറുന്നുണ്ട്. അപ്പൊ കിരൺ പറയണ്ട, അച്ഛാ ഞാനെന്നാ കല്യാണിന്റെ അടുത്തേക്ക് പോട്ടെ, അവള് 2 ദിവസമായിട്ട് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് നടന്ന സംഭവങ്ങൾ ഇനിയെങ്കിലും പറയണം. ശരി, നീ എന്നാ പോയിക്കോ. അവിടെ മറ്റേ രതീഷും വേലും അവിടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങോട്ടേക്ക് പോവാണ്. ശരി അമ്മേ, ശരി അച്ഛാ, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കിരൺ പോയി കഴിയുമ്പോഴേക്കും രൂപ ചന്ദ്രസേനോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേട്ട ഞാനൊരു കാര്യം ചോദിച്ചാ ചന്ദ്രേട്ട സത്യം പറയോ? എന്താ രൂപേ, എന്താ വെച്ചാ പറ. അത് ചന്ദ്രേട്ട, ഈ ഗംഗപ്രസാദിന്റെ തലക്കടിച്ച കാര്യം പറയുമ്പോ ചന്ദ്രേട്ടന്റെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്രേട്ടന് അതിനെക്കുറിച്ച് എന്തൊരു സത്യങ്ങൾ അറിയാവോ? അറിയാമെങ്കിൽ എന്നോട് പറ രൂപേ. അയ്യോ ഇല്ലടോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ അത് കേൾക്കുമ്പോ അങ്ങനെ നോക്കി നിന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ചന്ദ്രസേനൻ രൂപയെടുത്ത് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രസേന തന്നെയാണ് ഇതിന് പുറകിലട്ടോ, അത് ഉറപ്പാണ്. അതിനുശേഷം പിന്നീട് കാണിക്കാതെ കല്യാണിനെയാണ്. കല്യാണി കാർത്തികയെടുത്തും കാദംബരിയെടുത്തും പറയേണ്ട, ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കിരണേട്ടന്റെ അമ്മയും എന്നെ കാണാൻ വരാത്തത് അവർക്ക് എന്റെ ഈ കിടപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഒരിക്കലും ഇത് താങ്ങാൻ പറ്റില്ല, അവർക്ക് വല്ലാത്ത വിഷമമാകും, അതുകൊണ്ടിട്ടാണ് അവരാരും എന്നെ കാണാൻ വരാത്തത്. പക്ഷെ കിരണേട്ടൻ എന്താ വരാത്തത്? 2 ദിവസമായി കിരണേട്ടൻ ഒരിക്കലും 2 ദിവസം എന്നെ മാറി നിന്നിട്ട് പോലില്ല. കോളെങ്കിലും വിളിക്കുമായിരുന്നു. ഇതിപ്പോ കിരണേട്ടനെ കുറിച്ച് ഒരു അറിവില്ലല്ലോ. ചേച്ചിയല്ലേ പറഞ്ഞത് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കിരണേട്ടൻ വരുമെന്ന്. അയ്യോ കല്യാണി, കിരണിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുക, ഞാനിപ്പോ വിളിച്ചിരുന്നു, ഓൺ ദി വേയാ, ഇപ്പൊ എത്തും എന്ന് പറയാണ്. കിരണേട്ടൻ ഒന്ന് കാണട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് കുറച്ച്, നിങ്ങളെല്ലാരും എന്തൊക്കെയോ എന്റെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതെന്താന്ന് എനിക്ക് കിരണേട്ടനടുത്ത് ചോദിക്കണം എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ കാർത്തികയും അതുപോലെ തന്നെ കാദംബരി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രതീഷും വേലും കൂടി അവിടെ എത്താണ്. അപ്പൊ രതീഷിനടുത്ത് വേലുവിന്റെ അടുത്തും കാർത്തിക പറയുന്നുണ്ട്, കിരൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി, കിരൺ എന്താ വരാത്തത്? കിരൺ സാറ് വീട്ടിലേക്ക് പോയിരിക്കല്ലേ, വരുന്ന വഴി വരുന്നുണ്ടെന്നാ പറഞ്ഞത്, അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോ രതീഷ് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു കാർത്തികെ, ആ CA ഈ കേസിന് പിന്നിലെ പിന്നെയും പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാദംബരി പറയുന്നുണ്ട്, അയാൾക്ക് ഇത് എന്താണ്, ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ അയാൾ എന്തിനാ ഈ കേസിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? വേലു പറയുന്നുണ്ട്, അത് വേറൊന്നും അറിയില്ല മാഡം, ഈ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ ഈ കൊലയാളി ഞങ്ങൾ 3 പേരും ആണെന്ന്. പക്ഷെ അത് അയാൾ കോടതിയിൽ പറഞ്ഞിട്ടും അയാൾ ആരും വിശ്വസിച്ചില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം അയാൾക്ക് നന്നായിട്ടുണ്ട്. സത്യസന്ധമായിട്ടാണല്ലോ അയാൾ കേസ് അന്വേഷിച്ചത്, തലക്കടിച്ചത് ആരാന്ന് മാത്രമേ അയാൾക്ക് അറിയാത്തുള്ളൂ, ബാക്കിയെല്ലാം അയാൾ പറഞ്ഞത് ഏറെ കുറെയൊക്കെ സത്യം തന്നെയാണല്ലോ. അപ്പൊ അയാളെ നുണ പറഞ്ഞെന്ന രീതിയിലാണല്ലോ കോടതിയിൽ പറയിപ്പിച്ചത്. അപ്പൊ അതിന്റെ ദേഷ്യവും കൂടി അയാൾക്ക് ഇപ്പൊ ഉണ്ട്. അയാൾ എന്താ ചെയ്തോട്ടെ, എന്നാലും കോടതി വെറുതെ വിട്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുകയാണ് അവർ കേട്ടോ. അതിനുശേഷം കാർത്തിക പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വീട്ടിൽ വരെ പോട്ടെ, അമ്മ അവിടെ ഒറ്റക്കാണ്, ഇവിടുത്തെ വിശേഷം എന്ന് അറിയാതെ അമ്മ ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ്. ശരി എന്നാ നീ പോയിട്ട് വാ എന്ന് കാദംബരിയും പറയാണ്. അങ്ങനെ കാർത്തിക വീട്ടിലേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, മോളെ കോടതിയിലെ കാര്യം എന്തായി? മോള് അവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു, ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് ആകെ ഭയങ്കര ടെൻഷനായി മോളെ, എന്തായി കോടതിയിലെ കാര്യങ്ങൾ? ഒന്നും പറയണ്ടമ്മേ, ആ CA ഉണ്ടല്ലോ മാർട്ടിൻ, അയാളെ സത്യസന്ധമായിട്ട് തന്നെയാണ് കേസ് അന്വേഷിച്ചത്, അയാൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. പക്ഷെ അയാളെയും അവിടെ നമുക്ക് തെറ്റുകാരനാക്കേണ്ടി വരുന്നു അമ്മേ. കിരണിനെ രതീഷിനെ വേലുവിനെ രക്ഷിക്കാൻ വേണ്ടി അയാളെ തെറ്റുകാരനാക്കി. അതുകൊണ്ട് മാത്രമാണ് കിരണിനും വേലുവിനും രതീഷിനും ജാമ്യം കിട്ടിയത്. പക്ഷെ അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യമുണ്ട്, ഒരു പക പോലെ. അയാൾ ഈ കേസിന് പിന്നിൽ പിന്നെയും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗംഗപ്രസാദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഗംഗയുടെ തലയുടെ പിന്നിലായിട്ട് ശക്തമായിട്ട് ഒരു അടി കിട്ടിയിട്ടുണ്ട്, ഒരു ഇരുമ്പ് വടി വെച്ചിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ആ അടിയിലാണ് ഗംഗപ്രസാദ് മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലക്ഷ്മിയും പറയണ്ട, അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ കിരണും വേലും രതീഷും അങ്ങനെ തല കടിച്ചിട്ടില്ലല്ലോ, പിന്നെ ആരാണ് അങ്ങനെ അടിച്ചത്? അതാ അമ്മേ എനിക്കും അറിയാത്തത്, ആരായിരിക്കും ഗംഗപ്രസാദിന്റെ തലയിൽ ശരിക്കും അടിച്ചത് എന്ന് കാർത്തിക ചോദിക്കുന്നുണ്ട്.
ഇന്നത്തെ പ്രൊമോയില് ഈ ഒരു ഭാഗം കേട്ടപ്പോ എനിക്ക് സംശയം കേട്ടോ. അപ്പൊ ഗംഗപ്രസാദിന്റെ ഡെഡ് ബോഡി ഇവർക്ക് കിട്ടിയോ, പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നൊക്കെ ഇന്നത്തെ പ്രൊമോയില് പറയുന്നുണ്ട്. അതാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കാർത്തിക പറയുന്നുണ്ട്, ഇതിപ്പോ ആരാണോ അങ്ങനെ ചെയ്തത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സ്റ്റെഫീനെയാണ്. സ്റ്റെഫി ആണെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിൽ വന്നേക്കണ കല്യാണിനെ കാണാൻ വേണ്ടി. പക്ഷേ കാദംബരിയും വേലും രതീഷിനും മുൻപിൽ തന്നെ ഉണ്ട് കേട്ടോ. അവരെ നോക്കി ദേഷ്യത്തോട് കൂടി തന്നെ സ്റ്റെഫി വരുന്നുണ്ട്. എന്നിട്ട് രതീഷിനോട് വേലിനോട് പറയണു, നിങ്ങൾ പുറത്തിറങ്ങിയല്ലേ നാണമില്ലാത്തവർ, കുറ്റം ചെയ്തിട്ട് പുറത്തിറങ്ങിയല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോ രതീഷും വേലും പറയണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ ഗംഗപ്രസാദിന് എന്തൊക്കെ പറയണം, നീ അറിയാൻ വേണ്ടി ഞങ്ങളൊരു സത്യം പറയട്ടെടി. ഗംഗപ്രസാദിനെ ഇടിച്ച് മരിക്കാനുള്ള അവസ്ഥയിലിട്ടത് ഞങ്ങളെല്ലാവരുമാണ്. അവനെ കുഴിച്ചു മുടിയത് ഞങ്ങൾ തന്നെയാടി. നീ കൊണ്ട് കേസ് കൊടുക്ക്. നീ ഒരു പ്രാവശ്യം കേസ് കൊടുത്താണല്ലോ, അത് കോടതിയിൽ പോയതേ ഞങ്ങളെ വെറുതെ വിട്ടു. നീ എന്തൊക്കെയാ പറഞ്ഞത്, ഞങ്ങൾ ജയിലിൽ കിടക്കണ കാണും, നിനക്ക് സന്തോഷമാവും, നിന്റെ ഗംഗപ്രസാദിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. ഇപ്പൊ എന്തായി, നിന്റെ ഗംഗപ്രസാദെ മരിച്ചട്ടെ, ഇന്നേക്ക് 20 ദിവസം ആവാൻ പോകുന്നടി, നീ പോടി. പിന്നെ ഗംഗയില്ലാത്ത ജീവിതം നിനക്ക് ജീവിക്കേണ്ട, നീയും മരിക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്. പോയി മരിക്ക്. നിന്നെ പോലത്തെ ജന്മങ്ങളെ ഭൂമിക്ക് ഭാരാണ്. കൊലപാതകം കൊലയെ മാത്രം ചെയ്തെടുക്കുന്ന കുറെ എണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയാണ്. നിങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ, നോക്കിക്കോ, ഞാൻ മരിക്കുന്ന മുമ്പ് നിങ്ങൾ ആരുടെയെങ്കിലും തല എടുത്തിട്ട് ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന CA മാർട്ടിനെയാണ്. അയാൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. അവിടേക്ക് SA വരുന്നുണ്ട്. സർ എന്ന് പറയുമ്പോ എന്താടോ എന്ന് മാർട്ടിൻ ചോദിക്കാണ്. അതല്ല സർ, നമുക്ക് അവിടെ ഒരു കേസ് ഉണ്ടായില്ല, അവിടെയും വരെ ഒന്ന് പോണ്ടേ. ഇനി എന്ത് കേസ്? എന്നെ കോടതിയിൽ നാണം കെടുത്തി സത്യമസന്ധമായിട്ട് കേസ് അന്വേഷിച്ച ഞാൻ ഒരു വൃത്തികെട്ടവനാക്കി, എന്നെ ഒരു മൂന്നാമുറ ഉപയോഗിക്കുന്ന ഒരു പോലീസുകാരനാക്കി, ഒരു കൈക്കൂലിക്കാരൻ വരെ ആക്കി, എല്ലാവരും കൂടിയിട്ട്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ആ കിരണും രതീഷും വേലും തന്നെയാണ്. എന്നിട്ട് ആ നവീൻ എന്ന് പറഞ്ഞ വക്കീല് അവരെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടുത്തി. എന്റെ ഭാഗത്തും ഒരു തെറ്റുണ്ട്. ആ ഇരുമ്പ് വടി അത് അവിടെ നിന്ന് എടുത്ത് ഞാൻ തന്നെ അത് ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയൊരു പിഴവ്. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ടോ. ഈ കേസ് ഞാൻ ഇനിയും തെളിയിക്കും. ഇതിന്റെ പേരിൽ കിരണും രതീഷും വേലുവാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. പിന്നെ ഗംഗയുടെ തലക്കടിച്ച ആളെയാണ് ഇതുവരെ മനസ്സിലാവാത്തത്. ഒരു കാര്യമുണ്ട്, ഈ വേലും രതീഷും അതുപോലെ തന്നെ കിരണും എല്ലാം തലക്കടിച്ചെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവരിടിച്ച് നിരപ്പാക്കി ശവം കുഴിച്ചു മൂടിയത് മാത്രമേ ഉള്ളൂ. തലക്കടിച്ചത് വേറെ ആരോ ആണ്. അതാര് ഞാൻ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോണത്. ഇവർക്കൊക്കെ വേണ്ടി ഇവര് സ്നേഹിക്കുന്ന ആരോ ആണല്ലോ അയാളെ തലക്കടിച്ചത്. അതാരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, നോക്കിക്കോ. എന്നിട്ട് ഈ കേസ് വീണ്ടും ഞാൻ കോടതിയിലേക്ക് കൊണ്ടുവരും. എങ്കിൽ മാത്രമേ ഞാൻ എന്റെ കൈകളിൽ ആ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം 18 കോടതി ഞാൻ ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ CA അവിടെ നിന്ന് പോകുവാട്ടോ. അപ്പൊ SA മനസ്സിൽ വിചാരിക്കണ്ട, ഇയാൾക്ക് വട്ടാണോ, കേസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, പിന്നെയും ആ കേസിന് പുറകെ പോവാണ്, വട്ടം തന്നെ എന്ന് നമ്മുടെ SAയും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.